നമസ്കാരം. ലൈഫിൽ സക്സസ് ആഗ്രഹിക്കാത്ത ആളുകൾ ആരുമില്ല. എല്ലാവരും തന്നെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള സക്സസ് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ 95% ആളുകളും ഈ സക്സസ് എന്ന് പറഞ്ഞ സംഭവം അച്ചീവ് ചെയ്യാൻ ഫെയിൽ ആവുകയും ബാക്കിയുള്ള 5% പേര് മാത്രം വളരെ സക്സസ്ഫുൾ ആവുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഇതിൻ്റെ റീസൺ? അതിൻ്റെ കാരണം എന്താണ്? ഈ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോ സീരീസിൽ കാണുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ സക്സസ് എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സക്സസ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം സക്സസ് എന്ന് പറയുന്ന ഒരു ജോലി അച്ചീവ് ചെയ്യുന്നതായിരിക്കും, ഒരു ഗവൺമെൻറ് ജോലി കിട്ടുന്നതായിരിക്കാം. ചിലർക്ക് ഇപ്പോൾ ഉള്ള ജോലിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിരിക്കും. ചിലർക്ക് ഒരു വീട് വെക്കുന്നതായിരിക്കാം, കാറ് വാങ്ങുന്നതായിരിക്കാം, വിദേശത്ത് പോകുന്നതായിരിക്കാം, നല്ല പേഴ്സണൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതായിരിക്കാം, ഫ്രണ്ട്സിന് ഉണ്ടാകുന്നതായിരിക്കാം. അപ്പോൾ ഓരോരുത്തരുടെയും സക്സസ് ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർക്കും വളരെ വ്യത്യസ്തമാണ് അവരുടേതായ സക്സസ് എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും എല്ലാവരും ഈ ഒരു സക്സസ് എന്നുള്ള സംഭവത്തെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ 95% ആളുകളും അവർ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു ചുരുങ്ങിയ 5% പേര് ആളുകൾ ഇത് വളരെ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു സീക്രട്ട്? ഈ 5% ആളുകൾ ഉപയോഗിക്കുന്ന സീക്രട്ട് എന്തായിരിക്കും? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ 5% ആളുകൾക്ക് മാത്രം സക്സസ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ കിട്ടാൻ കാരണം എന്ന് നമുക്ക് നോക്കാം. മാൻ ഇസ് എ സോഷ്യൽ അനിമൽ എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. മനുഷ്യൻ്റെ സക്സസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവൻ്റെ സോഷ്യൽ ഇൻട്രാക്ഷൻ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്നതാണ്, മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ മനുഷ്യരോട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു, എങ്ങനെ കേൾക്കുന്നു, എങ്ങനെ പറയുന്നു, ഇതൊക്കെയാണ് അവൻ്റെ സക്സസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഫാക്ടർ എന്നാണ് പറയാറുള്ളത്. ചില സൈക്കോളജിസ്റ്റുകളുടെ പഠനങ്ങൾ പ്രകാരം ഒരാളുടെ സക്സസിലും അയാളുടെ ഫെയിലിയറിലും 75% റോൾ പ്ലേ ചെയ്യുന്ന ഈ ഒരു കാര്യം തന്നെയാണ്, അയാളുടെ സോഷ്യൽ ഇൻട്രാക്ഷനാണ്, ഹൗ ദേ ഇൻട്രാക്ട് വിത്ത് പീപ്പിൾ എന്ന ടോപ്പിക്കിലാണ്. ബാക്കി 25% മാത്രമാണ് അയാളുടെ ടാലന്റ്, അക്വയർ ചെയ്ത നോളജും ഒക്കെ മാറ്റർ ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. സോ ഈ ഒരു 75% സക്സസ്ഫുൾ ആയിട്ടുള്ള 75% വളരെ വൃത്തിയായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെയാണ് നമ്മൾ സക്സസ്ഫുൾ എന്ന് പറയാം. അപ്പോൾ നമ്മൾ സക്സസ്ഫുൾ ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളെ ഇപ്പം അങ്ങ് എബ്രഹാം ലിങ്കൺ മുതൽ ഇവിടെ നമ്മുടെ സെലിബ്രിറ്റീസ് മോഹൻലാൽ, മമ്മൂട്ടി, നിവിൻ പോളി വരെ അങ്ങനെ ആരെടുത്ത് നോക്കിയാലും അവരുടെയൊക്കെ ലൈഫിൽ ഈ ഒരു 75% ഒരു കൂടുതൽ വെയിറ്റേജ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. സോ അത്തരത്തിൽ അവരുടെ ട്രൈറ്റുകൾ, അവരുടെ ഇമേജ്, അവരുടെ ബിഹേവിയറൽ ട്രൈറ്റ്സ് ഒക്കെ പലതും നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സക്സസ് എന്നുള്ള സാധനം നമ്മളെ തേടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു സുപ്രഭാതത്തിൽ അങ്ങനെ വരുന്നതല്ല, ഇതൊരു ബിഹേവിയറൽ ട്രൈറ്റിൻ്റെ ഭാഗമാണ്. നമ്മൾ വളരെ കാലമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബിഹേവിയറിനെ പതുക്കെ മോൾഡ് ചെയ്തിട്ട് സോഷ്യൽ ഇൻട്രാക്ഷനിലൂടെ, ബെറ്റർ ഇൻട്രാക്ഷൻസിലൂടെ, ബെറ്റർ കമ്മ്യൂണിക്കേഷൻസിലൂടെ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. അതിനൊരു സെറ്റ് ഓഫ് സീരീസ് ഓഫ് റൂൾസ് ഉണ്ട്, സെറ്റ് ഓഫ് സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഡാനിയൽ കെയ്ൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബുക്ക് ഉണ്ട്. ഇപ്പോൾ കുറേ അധികം വർഷങ്ങളായിട്ട് ഇങ്ങനെ വേൾഡിൽ റീപ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയും പലധികം ഭാഷകളിലായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടുള്ള ഒരു പുസ്തകമാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ട്. സോ ആ പുസ്തകത്തിന് അധികരിച്ചിട്ടായിരിക്കും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുണ്ടാവുക. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു 1-2 കാര്യങ്ങൾ, 1-2 ഒരു 6 റൂൾസ് ഉണ്ട്, ലൈഫ് റൂൾസ് എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻസ് ബെറ്റർ ആക്കാൻ വേണ്ടി, അങ്ങനെ അത് ബെറ്റർ ആക്കുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി, ആളുകൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പോയിന്റാണ് ഞാനിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനു മുമ്പായിട്ട് ഒരു ചെറിയ കഥ പറയാം. കഥ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു. പൈലറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പൈലറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നടത്തുന്ന ഒരു സംഭവിച്ച കഥയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. സോ അദ്ദേഹം ഒരു ദിവസം ഒരു പെർട്ടിക്കുലർ ഫ്ലൈറ്റ് എടുത്തിട്ട് ട്രയൽ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് പോയി. തുടർന്ന് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്, എഞ്ചിനിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായിട്ട് അത് വിമാനം തിരിച്ചിറങ്ങി. പിന്നീടുള്ള പരിശോധനയിൽ അദ്ദേഹത്തിന് മനസ്സിലായി അത് ഫ്യൂവൽ, കഴിഞ്ഞ ദിവസം സർവീസിന് കയറ്റിയിരുന്നു, അപ്പോൾ അതിൽ ഫ്യൂവൽ ഫില്ലിങ്ങിൽ എന്തോ എറർ പറ്റിയതാണ് എന്ന് മനസ്സിലായി. അത് അന്വേഷിച്ച് വന്നപ്പോൾ മനസ്സിലായത് പുതുതായിട്ട് സർവീസ് സ്റ്റേഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പയ്യനാണ് ഈ ഒരു ഫ്യൂവൽ ഫില്ലിംഗ് നടത്തിയില്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയിട്ടുള്ള ഒരു എററാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമെന്ന് അയാൾക്ക് മനസ്സിലായി. ഇത് ആ പയ്യൻ്റെ ചെവിയിലും എത്തി, എല്ലാവരുടെ ചെവിയിലും എത്തി. അപ്പോൾ ഈ പൈലറ്റ് ഈ പയ്യനെ കാണാൻ വരികയാണ്. അപ്പോൾ ഈ പയ്യൻ ഇങ്ങനെ വളരെ പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ പൈലറ്റ് വന്നിട്ട് എന്താണ് പറയാൻ പോകുന്നത്, ആ ജോലി പിരിച്ചുവിടോ ചീത്ത പറയോ എന്താണെന്നുള്ള അവസ്ഥയിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ പൈലറ്റ് വന്നിട്ട് ഈ പയ്യൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് ഉറപ്പാണ് ഇനി നീ ഈ മിസ്റ്റേക്ക് ആവർത്തിക്കില്ല എന്നുള്ളത്. അത് ഞാൻ വിശ്വസിച്ചു എന്ന് നിനക്ക് വിശ്വസിക്കാൻ വേണ്ടി ഇന്ന് വൈകുന്നേരത്തെ എൻ്റെ ഫ്ലൈറ്റിൻ്റെ ഫ്യൂവൽ നീ തന്നെ ഫിൽ ചെയ്യണം, നീ തന്നെ എൻ്റെ ഫ്ലൈറ്റ് സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയി. സോ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? ഒന്നില്ലെങ്കിൽ ആ പൈലറ്റിന് ആ പയ്യനെ ചീത്ത വിളിക്കായിരുന്നു, ക്രിട്ടിസൈസ് ചെയ്യായിരുന്നു, കണ്ടം ചെയ്യായിരുന്നു, കംപ്ലയിൻറ്റ് പറയായിരുന്നു, ഒക്കെ ചെയ്യായിരുന്നു. പക്ഷെ അദ്ദേഹം അതിമനോഹരമായ സ്റ്റേറ്റ്മെന്റിലൂടെ ഇനി ഒരിക്കലും ആ പയ്യൻ ആ ഒരു മിസ്റ്റേക്ക് റിപ്പീറ്റ് ചെയ്യാത്ത തരത്തിലേക്ക് അതിനെ മാറ്റിയെടുത്തു. സോ ഇത് തന്നെയാണ് ഫസ്റ്റ് ലൈഫ് റൂൾ എന്ന് പറയുന്നത്. നെവർ കംപ്ലെയിൻ, കണ്ടംപ്റ്റ് ഓർ ക്രിട്ടിസൈസ്. ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക, കംപ്ലയിൻസ് പറയാതിരിക്കുക, കണ്ടം ചെയ്യാതിരിക്കുക. അത് ലൈഫിൻ്റെ ഒരു പ്രിൻസിപ്പിളിൻ്റെ ഭാഗമായിട്ടിരിക്കുക. നമ്മളൊക്കെ മനസ്സിൽ നമ്മൾ കുറേ പേരെ ഇങ്ങനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ കംപ്ലയിൻ പറയാറ്, നമ്മൾ ഫ്രീക്വൻ്റ്ലി കംപ്ലയിൻ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അത് ശരിയില്ല, അവൻ അങ്ങനെ ചെയ്ത് നന്നായില്ല, ക്രിട്ടിസൈസ് ചെയ്യാറുള്ള ആളുകളാണ് നമ്മൾ. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ലൈഫിൽ ഈ സക്സസ് എന്നുള്ള സാധനത്തിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്.
ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സേഫ്റ്റി എഞ്ചിനീയർ ഉണ്ടായിരുന്നു ഒരു കമ്പനിയിൽ. സേഫ്റ്റി എഞ്ചിനീയറുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാക്ടറിയിലെ എല്ലാ എംപ്ലോയീസും സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഇൻക്ലൂഡിങ് ക്യാപ്പ്, ഹെൽമെറ്റ് ഒക്കെ ധരിക്കുക എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു അയാളുടെ ജോലി എന്ന് പറയുന്നത്. സോ അയാൾ എപ്പോഴും ഇൻസ്പെക്ഷന് പോകുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ എംപ്ലോയീസ് ഈ തൊപ്പി ക്യാപ്പ് ധരിക്കാറില്ല. സോ അപ്പോൾ അയാൾ ഈ ധരിക്കാത്ത എംപ്ലോയീസിനെ വിളിച്ചിട്ട് കുറ്റപ്പെടുത്തും, ചീത്ത പറയും, നിങ്ങൾ എന്തുകൊണ്ടാണ് ധരിക്കാത്തത്, ഫയർ ഹസാർഡാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് കുറ്റപ്പെടുത്തും. എഗെയിൻ ഈ ഒരു സെയിം സംഭവം പിന്നെയും പിറ്റേ ദിവസം വരുമ്പോഴും ഇതേ ആളുകൾ തന്നെ ധരിക്കാതെ, മോർ നമ്പർ ഓഫ് ആളുകൾ പിന്നെയും ക്യാപ്പ് ധരിക്കാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. സോ അപ്പോൾ അതിനെക്കുറിച്ച് അയാൾ പഠിച്ചപ്പോൾ അയാൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, കംപ്ലയിന്റ് പറയുന്ന സമയത്ത് അത് കേൾക്കുന്ന ആളുടെ ഇടയിൽ അതൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായി വരിക എന്നുള്ളതാണ്. സോ നീ ലേറ്റായി വന്നു എന്ന് ഞാൻ നിങ്ങളെ കുറ്റപ്പെടുന്ന സമയത്ത് ലേറ്റ് ആയതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ കണ്ടുപിടിക്കാനായിരിക്കും നാച്ചുറലി നമ്മൾ സൈക്കോളജിക്കലി നമ്മുടെ മൈൻഡ് ശ്രമിക്കുക. ആ ജസ്റ്റിഫിക്കേഷൻ വളർന്നു വന്നിട്ട് നമ്മൾ ആ ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലേക്ക് എത്തിപ്പോകും. അപ്പോൾ ക്രിറ്റിസൈസ് ചെയ്ത് ഒരു ഫ്രീക്വന്റ് ക്രിറ്റിസിസം കൊണ്ട് അല്ലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്രിറ്റിസിസം കൊണ്ട് ഒരാളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. സോ ഈ ഒരു ഫയർ എഞ്ചിനീയർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം അയാൾ അതിലെ ഇൻസ്പെക്ഷൻ പോകുമ്പോൾ അയാൾ ആരെങ്കിലും തൊപ്പി ധരിക്കാത്ത കണ്ടു കഴിഞ്ഞാൽ അയാൾ അടുത്ത് പോയിട്ട് ചോദിക്കും, എന്താ തൊപ്പി ധരിക്കാതിരുന്നത്, തൊപ്പി നിങ്ങൾക്ക് ലൂസാണോ, തൊപ്പി നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലേ, എന്താ പറ്റിയ, എന്താ ധരിക്കാത്തതെന്ന് ചോദിക്കും. സോ ഈ ഒരു ചോദ്യം അയാളുടെ മുമ്പ് പറഞ്ഞതിൽ നിന്ന് ആശയം സെയിം ആണ്, പക്ഷേ പറഞ്ഞ രീതി വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം മുതൽ ഇൻസ്പെക്ഷന് പോകുന്ന സമയത്ത് ഇത്തരത്തിൽ ചോദ്യം ചോദിച്ച ആളുകളൊക്കെ പിറ്റേ ദിവസം മുതൽ വീണ്ടും ക്യാപ്പുകൾ ധരിക്കുന്നതായിട്ട് ഒരു കുറച്ച് സീരീസ് ഓഫ് ഡേയ്സ് കൊണ്ട് എല്ലാവരും 100% സേഫ്റ്റി എക്യുപ്മെന്റ്സ് വെയർ ചെയ്യുന്നതായിട്ട് അയാൾക്ക് കാണാൻ പറ്റിയെന്നാണ് പറയുന്നത്. സോ ഇത്തരത്തിൽ നെവർ കണ്ടംപ്റ്റ് ഓർ ക്രിട്ടിസൈസ്, ആളുകളെ കുറ്റപ്പെടുത്താതിരിക്കുക, വല്ലാതെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക, നല്ല രീതിയിലുള്ള പോസിറ്റീവ് ക്രിറ്റിസിസംസ് മാത്രം നൽകുക, നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷനിൽ ക്രിറ്റിസിസംസ് ഒക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 75% ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻസ് നല്ലതാക്കാൻ വേണ്ടിയുള്ള ഫസ്റ്റ് റൂളാണ്. ഫസ്റ്റ് റൂൾ നമ്മൾ പഠിച്ചു, നെവർ കണ്ടംപ്റ്റ്, ക്രിട്ടിസൈസ് ഓർ കംപ്ലൈൻ. സോ വരുന്ന ക്ലാസ്സുകളിൽ ഇതുപോലെയുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻസ് ബെറ്റർ ആക്കാൻ പറ്റുന്ന, അതുവഴി സക്സസിനെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കും. ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഫസ്റ്റ് പ്രിൻസിപ്പിളാണ്. താങ്ക് യു.